गणाधिसेवितं कपित्थजम्भो फलसारभक्षितम् उमासुतं शोकविनाशकारणं नमामि विघ्नेश्वरपादपङ्कजम् नमामि നമ്മുടെ പരിപാടി തുടങ്ങുമ്പോൾ ഔദ്യോഗികമായിട്ട് അല്ലെങ്കിൽ ഔപചാരികമായിട്ട് സ്വാഗതം പറയാന്നുള്ളത് നമ്മുടെ ഒരു കടമയാണ്. അപ്പോൾ അതിനുവേണ്ടി നമ്മുടെ സ്വന്തം രാധാകൃഷ്ണേട്ടനെ ക്ഷണിക്കുകയാണ്. എല്ലാവർക്കും ഒരിക്കൽ കൂടി നമസ്തേ. എൻ്റെ അർപ്പിതമായിട്ടുള്ള കാര്യം ഇവിടെ വന്ന് എല്ലാവരെയും സ്വാഗതം ചെയ്യാനുള്ളതാണ്. അതിലാദ്യമായി ഞാൻ നമ്മളുടെ ഈ ഇവൻറ്റിൻ്റെ ഉദ്ഘാടകൻ, നമ്മുടെ എല്ലാം പ്രിയങ്കരനായിട്ടുള്ള, നമുക്കെല്ലാം അഭിമാനം, പ്രിയങ്കരൻ എന്ന് പറയാൻ പറ്റില്ല, നമ്മളുടെ എല്ലാം ഒരു അഭിമാനമായിട്ടുള്ള ഡോക്ടർ ഭാസ്കരനാണ്. ഭാസ്കരൻ എന്ന വ്യക്തിയെ പറ്റി ഞാൻ ശരിക്കും കുറച്ചുകൂടി ഡീറ്റെയിൽ ആയിട്ടുള്ള ഞാൻ നിങ്ങൾക്ക് ഇൻഫർമേഷൻസ് തരുന്നതാണ്. എന്നിരുന്നാലും ചുരുക്കി പറഞ്ഞാൽ ഈ ആൾ അറിയപ്പെടുന്നത് BBC ഫ്രം ഒറ്റപ്പാലം. ഇംഗ്ലണ്ടിലെ ബ്രിട്ടീഷുകാരെ ഇംഗ്ലീഷ് പഠിപ്പിക്കുന്ന വ്യക്തി. അതും ചെറിയ കാലഘട്ടങ്ങളിലല്ല, ഒരു 55 കൊല്ലമായിട്ട് ആൾ എബ്രോഡാണ്. അതിലധികമുള്ളത് USA-ലും സിംഗപ്പൂരും പല ആഫ്രിക്കൻ കൺട്രീസിലും ഒക്കെ വർക്ക് ചെയ്തിട്ടുണ്ടെങ്കിലും അധിക കാലമായിട്ട് ഇപ്പോൾ ഇംഗ്ലണ്ടിൽ തന്നെയാണ് സ്ഥിരതാമസം. അപ്പം അത്രയും ഒരു ഉയർന്ന വ്യക്തിത്വത്തിനെയാണ് നമുക്ക് ഉദ്ഘാടകനായിട്ട് കിട്ടുന്നത്. അപ്പോൾ ഞാൻ ആദ്യമായി ഭാസ്കരൻ സാറെ നമ്മുടെ ഈ ഇനോഗ്രൽ ഫംഗ്ഷൻ നമ്മളുടെ മുഖ്യാതിഥി, നിങ്ങൾക്ക് എല്ലാവർക്കും നമ്മുടെ മലയാളക്കരയിൽ എല്ലാ ആൾക്കാർക്കും സുപരിചിതനും എല്ലാവരുടെയും ഒരു ഇഷ്ട ഗായകനുമായിട്ടുള്ള സുനിൽകുമാറാണ്. സുനിൽകുമാർ ഈ പ്രാവശ്യം നമ്മളുടെ ക്രിറ്റിക്സ് അവാർഡ്, പിന്നണി ഗായകനുള്ള ഏറ്റവും നല്ല മലയാള പിന്നണി ഗായകനുള്ള ക്രിറ്റിക്സ് അവാർഡ് നേടിയിട്ടുള്ള നമ്മളുടെ സുനിൽകുമാറിനെ പറ്റി കുറേ കൂടി ഞങ്ങൾ പറയുന്നുണ്ട്. പക്ഷേ എന്നിരുന്നാലും ഈ നമ്മളുടെ ഉദ്ഘാടന ചടങ്ങിലേക്ക് സുനിൽകുമാറിനെ സ്നേഹപുരസ്കാരം ഞാൻ അടുത്തതായി നമ്മളുടെ ഈ കൂട്ടായ്മയുടെ എന്താ പറയുക, ജീവനാടി, ഒരാളുടെ മനസ്സിൽ ഗൾഫിൽ വെച്ച് ഉരുത്തിരിഞ്ഞ ഒരു ആശയമാണ് നമ്മൾ ഗുരുവായൂരപ്പൻ. നിങ്ങൾക്കറിയാം, എല്ലാവർക്കും ബോധി, അതേമാതിരി കമ്മ്യൂൺ, പ്രീ ഡിഗ്രി ഗ്രൂപ്പ് അങ്ങനെയുള്ള എല്ലാവർക്കും ഒരുപാട് സംഘടനകളാണ്. പക്ഷേ അതിൽ നിന്നെല്ലാം വ്യത്യസ്തമായ ഒരു എൻ്റർടൈൻമെൻറ്റ് ഗ്രൂപ്പ്, ആരോടും ഒരു പൈസയും നമുക്ക് ചാരിറ്റിക്കോ അങ്ങനെ ഒന്നിനും വാങ്ങാതെ ഒരു എൻ്റർടൈൻമെൻറ്റ് ഗ്രൂപ്പ് ക്രിയേറ്റ് ചെയ്യുക എന്നുള്ള ഒരു ആശയം നമ്മളുടെ ഉമ്മർ കോയയുടെ മനസ്സിൽ ഉദിച്ച ഒരു ആശയമാണ്. അദ്ദേഹം അത് അവിടെ നിന്ന് ക്രിയേറ്റ് ചെയ്തു. അവിടെ വെച്ച് ഒരുപാട് ഫ്രണ്ട്സ് നമ്മൾ ഗുരുവായൂരപ്പനുള്ള ഒരു വ്യക്തിയാണ് ഉമ്മർ കോയ. അവിടെ വെച്ച് തുടങ്ങി ഒരു സംഘടന. ആ സംഘടന ഒരു എന്താ പറയുക, ഒരു വിതിൻ നോ ടൈം, ഒരു 1-2 ആഴ്ച കൊണ്ട് നമ്മൾ ഈ കാണുന്ന ഇത്രയും ഒരു 500 പേരോളമുള്ള ഒരു വലിയൊരു സംഘടനയായി മാറ്റിയെടുത്തത് ഉമ്മർ കോയ എന്ന് പറയുന്ന മനുഷ്യൻ്റെ മനസ്സിൽ വെച്ചൊരാശയമാണ്. ഉമ്മർ കോയയെ ഞാൻ ഈ ഉദ്ഘാടന സെഷനിലേക്ക് നമ്മളുടെ എല്ലാം എന്താ പറയുക എനർജി, നമ്മൾ ഈ സംഘടനയുടെ ഏറ്റവും എപ്പോൾ വിളിച്ചാലും എന്ത് കാര്യത്തിലും ഓടിയെത്തുന്ന, അതും നല്ല പോസിറ്റീവായിട്ടുള്ള എന്തൊരു അഭിപ്രായം ചോദിച്ചാലും വളരെ പോസിറ്റീവായിട്ടുള്ള ഒരു ആൻസർ തരുന്ന ഒരു വ്യക്തി ബിന്ദു. അപ്പോൾ ബിന്ദുവിനെ നിങ്ങളെല്ലാവരും ഒരു നല്ല കയ്യടി കൊടുക്കാൻ ഞാൻ ഹാർദവമായി ബിന്ദുവിന് വേദിയിലേക്ക് സ്വാഗതം. ഇനി ഞാൻ സ്വാഗതം പറയുന്നത് നമ്മളുടെ ഈ കൂട്ടായ്മയിൽ നമ്മളുടെ ഒരു ക്ഷണം സ്വീകരിച്ച് വളരെ ആക്റ്റീവായി എല്ലാ കാര്യങ്ങളും പങ്കെടുക്കാനും അഭിപ്രായങ്ങൾ പറയാനും, നമ്മുടെ ഗ്രൂപ്പിൻ്റെ കാര്യം നിങ്ങൾക്കറിയാം, എല്ലാവർക്കും ഓപ്പൺ ആയിട്ടുള്ള ഒരു
വാട്സപ്പ് ഗ്രൂപ്പാണിത്. അപ്പോൾ നമ്മൾ ആക്റ്റീവായിട്ട് ഒരുപാട് പേര് ഇതിൽ എന്താ പറയുക അവരവരുടെ അഭിപ്രായങ്ങൾ പറയുന്നു, വളരെ പോസിറ്റീവായിട്ടുള്ള കുറേ തീരുമാനങ്ങൾ വരുന്നു. അങ്ങനെയുള്ളൊരു ഗ്രൂപ്പിൽ ഇന്ന് ഇവിടെ എത്തിച്ചേർന്ന എല്ലാ മഹത് വ്യക്തിത്വങ്ങൾക്കും ഞാൻ സ്വാഗതം പറയുകയാണ്. നിങ്ങളുടെ എല്ലാവരുടെയും സഹകരണം ഈ പ്രോഗ്രാമിൻ്റെ അവസാനം വരെ ഉണ്ടാവണം എന്ന് കൂടി അഭ്യർത്ഥിച്ചുകൊണ്ട് ഞാൻ ഇതിൻ്റെ ഈ ഇനോഗ്രൽ സെക്ഷൻ്റെ അധ്യക്ഷനായിട്ടുള്ള ഉമ്മർ ഗോയയെ നമ്മുടെ ബാക്കി കാര്യങ്ങൾ കൺട്രോൾ ചെയ്യാനും ഇതിൻ്റെ എല്ലാ നടത്തിപ്പും ഉമ്മർ ഗോയയാണ്. ഉമ്മർ ഗോയയെ എല്ലാവർക്കും നമസ്കാരം. നമ്മുടെ ഉദ്ഘാടകൻ ഭാസ്കരൻ സാർ, അതുപോലെ സുനിൽ കുമാർ സാർ, മാന്യ വ്യക്തികളെ, സുഹൃത്തുക്കളെ, ഈ ഒരു കൂട്ടായ്മ കോളേജ് ഗുരുവായൂർ കോളേജിനെ സംബന്ധിച്ചിടത്തോളം ഒരുപാട് കൂട്ടായ്മകളുണ്ട്. ഏതാണ്ട് 100-150 ഒക്കെ കാണുമായിരിക്കും. ആ കൂട്ടായ്മകളിലൊക്കെ തന്നെ ചില നിബന്ധനകളും കാര്യങ്ങളും ഉണ്ടായിരുന്നു. ഒരു കോളേജിൽ ഒരാൾ വന്നാൽ പല രൂപത്തിലാണ്. നമ്മളൊരു കോളേജിൽ ഓഫീസിൽ നിന്ന് ഇറങ്ങിയിട്ട് ഒരാൾ ക്യാൻറ്റീനിലേക്ക് പോകുന്ന സ്ഥിതി വരികയാണെങ്കിൽ തൊട്ടടുത്ത് കുറച്ച് പരിചയമുള്ള ആളുകൾ അവിടെ ഉണ്ടാവും, ഇവിടെ ഉണ്ടാവും, കൂടുതൽ പരിചയമുള്ള ആളുകളുണ്ടാവും, കൂടെ പഠിച്ച കുട്ടികളുണ്ടാവും, ഏറ്റവും ക്ലോസ് ആയിട്ടുള്ള ഒരു ഗ്രൂപ്പ് ഉണ്ടാവും. അങ്ങനെ പല സംഭവങ്ങളുണ്ടാവും. ഈ ഗ്രൂപ്പിനെ സംബന്ധിച്ചിടത്തോളം അതാണ് ഒരു പ്രിൻസിപ്പാളായിട്ട് അല്ലെങ്കിൽ അതിന് മുന്നിലായിട്ട് ഒരാൾ ഞാനുണ്ടെങ്കിൽ രാധാകൃഷ്ണൻ അടക്കമുള്ള ഒരുപാട് ആളുകൾ ബാക്കിയുള്ള ആളുകളുണ്ട്. എന്നാൽ ഇതിൽ നല്ല പരസ്പരം ബന്ധങ്ങൾ ഒരു കാലം വ്യത്യസ്ത ഏതാണ്ട് 10-20 കൊല്ലത്തിലേറെ വ്യത്യാസം 10-15 കൊല്ലത്തിലേറെ വ്യത്യാസമുള്ള ആളുകൾ പോലും ഈ കൂട്ടായ്മയിൽ സുഹൃത്തുക്കളായി മാറിയിട്ടുണ്ട്. ഞാൻ പറയുന്നത് വെച്ചാൽ ഈ കൂട്ടായ്മയിൽ ജാതി, മതം, രാഷ്ട്രീയം, കക്ഷി രാഷ്ട്രീയം, പിന്നെ വ്യക്തിവിരോധം, ഈ സാധനമൊന്നും ഇതിന് പാടില്ല എന്ന് കൃത്യമായിട്ട് പറഞ്ഞിട്ടുണ്ട്. ശരിക്കും മൂത്ത് പഴുത്ത് നിൽക്കുന്ന നമ്മളെ ഇനി ആരും രാഷ്ട്രീയം പഠിപ്പിക്കേണ്ട കാര്യമില്ല. മതം പഠിപ്പിക്കേണ്ട ഒട്ടും കാര്യമില്ല. മതത്തിൻ്റെ പണിയെടുത്തോളൂ, രാഷ്ട്രീയക്കാർ അവരെ പണിയെടുത്തോളൂ. ഇത് കഴിഞ്ഞിട്ട് നമ്മൾ ആളുകൾക്കൊക്കെ തന്നെ ഈ പണിയെടുക്കാൻ പോകുന്നില്ല. ഇതിനകത്ത് അത് പാടില്ല. അത്രയും ഞാൻ വെച്ച് നിബന്ധന ഉള്ളൂ. ഏതായാലും ഞാൻ കുറച്ച് സമയവും വൈകിയിട്ടും പോലും അല്പം ഞാൻ കൂടുതലായി സംസാരിച്ചു. ഇത്രയും കാലമാണ് ഈ ഗ്രൂപ്പിനെ കുറിച്ച് പറയാനുള്ളത്. ഈ കണ്ടീഷൻ വെച്ചുകൊണ്ട് ഇതിൽ ആർക്കും ആകാം. ഏത് കണ്ടീഷൻ, ജാതി, മതം, രാഷ്ട്രീയമോ കക്ഷി രാഷ്ട്രീയമോ വ്യക്തിവിരോധമോ ഇതൊന്നും ഇതിനില്ല. ഇതൊക്കെ പഠിക്ക് പുറത്താണ്. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് എനിക്ക് പറയാനുള്ളത്. നമ്മൾ അടുത്ത പരിപാടി വളരെ ഗംഭീരമായിട്ട് വന്നു. നമ്മുടെ പരിപാടി ഉദ്ഘാടനം ചെയ്യാൻ വേണ്ടി ഭാസ്കരൻ സാറെ ക്ഷണിക്കാം. ഭാസ്കരൻ സാറെ കുറിച്ച് പറഞ്ഞിട്ടുണ്ടായിരുന്നു. പക്ഷേ എന്നാലും കൂടുതൽ അറിയാൻ എല്ലാവർക്കും ആഗ്രഹം ഉണ്ടാവും അല്ലേ? അല്ലേ രാധാകൃഷ്ണൻ? നമുക്കൊന്ന് പറഞ്ഞാലോ സാറിനെ കുറിച്ചുള്ള ചെറിയൊരു ഇത് സാർ എന്തൊക്കെ ആയിരുന്നു എന്നുള്ളത് നമുക്ക് ഭയങ്കര അഭിമാനവും നമ്മുടെ അഹങ്കാരമായിട്ടൊക്കെ തോന്നും. നമ്മുടെ കോളേജിൽ നമ്മുടെ പഠിച്ചു പോയ ഒരു വ്യക്തി എന്നുള്ള നിലയ്ക്ക് അദ്ദേഹം ജനിച്ചത് 1939 രംഗൂണിലാണ്. അതായത് പഴയ ബർമ്മ അവിടെയാണ്. പയ്യാട്ട് നാരായണൻ നായരുടെയും പിച്ചിരിക്കാട്ട് അമ്മണി അമ്മയുടെയും മകനായിട്ടാണ് ജനിച്ചത്. ഒറ്റപ്പാലത്താണ് സ്വദേശം. ഒറ്റപ്പാലം ഹൈസ്കൂളിൽ നിന്നും വിദ്യാഭ്യാസം കഴിഞ്ഞ് നേരെ വന്നത് നമ്മുടെ സാമൂഹ്യ കോളേജിൽ. അന്നത് തളിയിലായിരുന്നു, സ്കൂളിലായിരുന്നു ഇൻ്റർമീഡിയറ്റ്. അത് കഴിഞ്ഞ് നെക്സ്റ്റ് ഇയർ, അതായത് ഗുരുവായൂരപ്പൻ കോളേജിൽ നമ്മൾ പൊക്കുന്നിലേക്ക് മാറിയ ആദ്യ ബാച്ച് ഇൻ്റർമീഡിയറ്റിൻ്റെ സെക്കൻഡ് ഇയർ അദ്ദേഹമൊക്കെയുള്ള ബാച്ചാണ്. അവിടെയാണ് ആദ്യമായിട്ട്. അപ്പോൾ അതൊക്കെയാണ് നമ്മുടെ ഒരു സന്തോഷം എന്ന് പറയുന്നത്. നമുക്ക് മുന്നേ പഠിച്ചു എന്നുണ്ടെങ്കിലും പൊക്കുന്നിൽ ആദ്യത്തെ ഒരു ബാച്ച് എന്നൊക്കെ പറയുന്നത് നമുക്ക് ഭയങ്കര സന്തോഷമുള്ള ഒരു കാര്യമാണ്. അമേരിക്കയിൽ അദ്ദേഹം PhD എടുത്തത്
സൗത്ത് കരോളിന യൂണിവേഴ്സിറ്റിയിൽ നിന്നും PhD ഇൻ ഭാഷാശാസ്ത്രം. ഭാഷാശാസ്ത്രത്തിൽ അവിടുന്ന് PhD എടുത്തു. ഡോക്ടറേറ്റ് എടുത്തതിന് ശേഷം ഒരു കൊല്ലം ഒക്ലഹാമ യൂണിവേഴ്സിറ്റിയിൽ സീനിയർ ലെക്ചറർ, ഇംഗ്ലീഷ് ലെക്ചറായിട്ട്. ഒറ്റപ്പാലത്തിൽ ഒരാൾ പോയിട്ട് ഇംഗ്ലണ്ടിൽ അതാണ് അതിൻ്റെ ഏറ്റവും വലിയത്. നമ്മുടെ മനോരമയിലൊക്കെ വന്നൊരു കാര്യമാണ്. BBC ഫ്രം ഒറ്റപ്പാലം എന്ന് പറഞ്ഞാൽ BBC പോയിട്ട് ബ്രിട്ടനിൽ ഇംഗ്ലീഷുകാരെ തെറ്റുകൾ തിരുത്തി കൊടുത്തു. ഇംഗ്ലീഷുകാരുടെ ഭാഷാശാസ്ത്രം പഠിപ്പിച്ചു. ഒരു വാക്ക് ഇംഗ്ലീഷ് വാക്ക് എങ്ങനെ പ്രയോഗിക്കണമെന്ന് BBC-കാരെ പഠിപ്പിച്ചു. എങ്ങനെ വേണം, അവരുടെയാണ് ഇംഗ്ലീഷ്. ഇവിടെ നിന്ന് അവിടെ പോയിട്ട് അതൊരു നമ്മൾ പറയും നമ്മുടെ അഭിമാനവും അഹങ്കാരവും ഒക്കെ ആണെന്ന് പറയാൻ കാരണം. അപ്പോൾ അങ്ങനെ ഇത്രയും പരിചയ സമ്പത്തും ഇത്രയും ലോക പരിചയവുമുള്ള അദ്ദേഹം നമ്മുടെ പൂർവജനായിട്ട് നമ്മുടെ രാമൂരൻ ഗുരുവായൂരപ്പൻ കോളേജിൽ പഠിച്ചു എന്ന് പറയുന്നത് നമുക്ക് അഭിമാനമാണ്. മാത്രമല്ല നമ്മുടെ ഒരു അഹങ്കാരം കൂടിയാണ്. അങ്ങനെയുള്ളൊരു വ്യക്തി നമ്മുടെ ഈ മധുരം 2023 എന്ന് പറഞ്ഞ ഒരു പരിപാടി ഒരു അതിന് ഉദ്ഘാടനം ചെയ്യാൻ കിട്ടിയതിൽ നമ്മളെല്ലാവരും ഒരുപാട് സന്തോഷം. സാറിന്റെ വാക്കുകൾ കേൾക്കാൻ ഞങ്ങളെല്ലാവരും സാറ് നമ്മൾക്ക് വേണ്ടി സംസാരിക്കും. അതെ, ഇത് കേൾക്കുമ്പോൾ പേടിയാവുന്നു. പൊക്കി മലയാളിയുടെ അവസാനം എനിക്ക് ഒരു പ്രശ്നമുള്ളത്, സംസാരിക്കാൻ മലയാളത്തിൽ ഇപ്പോഴും വിഷമമില്ല, 60 കൊല്ലമായിട്ട് പുറത്താണെങ്കിലും. പക്ഷേ മലയാളത്തിൽ പ്രസംഗിക്കാൻ വിഷമമുണ്ടാവും. ഞാൻ മാഫി ചോദിക്കുന്നത്, സംസാരിക്കുന്നത് ഇംഗ്ലീഷിലേക്ക് മാറ്റിയാൽ അതിന് ക്ഷമിക്കണം. ചിലപ്പോൾ ഇംഗ്ലീഷിലേക്ക് മാറ്റേണ്ടി വരും. കാരണം മലയാളത്തിൽ അധികം പ്രസംഗിക്കാനുള്ള ഭാഷ കൈവശം പോയി, വളരെ കാലമായിട്ട് ഉപയോഗിക്കാത്തിട്ട്. അതുകൊണ്ട് എന്താ പറയേണ്ടതെന്ന് അറിയില്ല. പക്ഷെ നോക്കാം. I don't know what to do. I'm so overwhelmed by the whole thing. I'm totally off my foot. But I have no idea what I'm supposed to say and what I need to say to you, except for the fact that I'm really proud of my education here. I'm so happy and so proud that I started my higher education at Guruvayoorappan College, which in those days was known as Zamorin College, not Guruvayoorappan College. And believe me, there were colleges nearer my home. There were colleges in Palghat, the colleges in Trishur, but for some reason I think we chose to be here. But one little thing that people here of your generation don't realize was what it was like to be a student in my days. Zamorin's College, Guruvayoorappan College, was probably very, very different in those days from what it is today. First of all, there wasn't so much politics. We didn't have strong political unions who at the slightest provocation started going up, hey, inqilabs and blah, blah. No, that didn't happen. There were students' unions, but they were quiet, they were meek, they weren't very, very loud. Number two, there was a huge gap between the lecturers and the students. The lecturers were a class by themselves. They never spoke to any student in anything except in English. There was one way in which the lecturers kept their power, because there were very few students who were from the English mediums. English medium schools were very rare in those days. So most students were okay with English as a subject, but couldn't manage even 2 or 3 words of spoken English. And so the lecturers retained their power very often by refusing to talk to students in anything but in English. And so there was a huge gap. We couldn't even go to the lecturer to ask something, because how are you going to talk to a lecturer? You're scared of talking to a lecturer. And that was one huge difference in those days. And the only person I can remember from the generation of lecturers who's still around in Calicut, of course, and we are now good friends, was Professor N.G.S. Narayan. He had joined the Zamorin's College as a lecturer the year I joined as a student. So he is still around, and we still talk about the early days in those days. But it was a different place to be. People's attitude towards education, the way the college was run, was all completely different. The principal of the college was practically unapproachably huge. He sat there like the president of the country or something, and students couldn't even go to him to talk freely with him. And there were very few lecturers
who would even bother to talk to you in anything but English even outside the classroom. So things were very, very different. So, I mean, there are loads and loads of things that I may have to say about things, but then they might sound a little critical, but they are true. And I hope people here would do something to change and make, to improve things, really, believe me. That was the only thing. I'm so proud when I hear of people, of Indians achieving things overseas wonderfully, because it inherently shows there's, up here, there's a lot of things that need to be properly, but then they don't get the training. A few years ago, when the Vice-Chancellor of Calicut University invited me to the university to be part of an interview team for a lecturer, he casually asked one of his office guys, okay, please show him around the university. So he came up to me, a young man, very bright young man, and he said, in broken English, I'm sorry, sir, I have an MA in English, but I don't think I can talk to you. Can I talk to you in Malayalam? Can you ever believe a person having an MA degree and not being confident in talking the language? So there are lots of things that made me reflect about, which is why I keep coming back, and whatever chance I get at universities, I keep telling them, change this. Particularly with reference to English, I notice people, they're all educated in English, and wondering, this of course is what I said. The lecturers here want to teach them, but they can't. Why? They have to go by what the university tells them. Here's your syllabus, go teach it. Whereas in the universities overseas, what do you think happens? It's not the university who prepares the curriculum details, but the person who teaches. If you're an academic, if you're a lecturer in Europe or anywhere in North America, if they ask you to teach a subject, they will tell you, teach this topic. What you teach inside there is your problem. You decide, not the university, because you know what to do. So there are lots and loads of things that, as feedback I have as an academic working overseas, and I don't want to bore you with all these, but there are things like that. But above and everything, I have to say that I don't want to forget my roots, particularly my early university roots, which is why when Radhakrishnan approached me, by pure chance it all happened. I was traveling on a plane, and the person who sat next to me was James, and he happened to talk to me about organizing an old Guruvayoorappan College Students' Union. I just happened to mention to him that I was an old student, and wow, I got a chance to meet all of you. So I don't want to bore you with everything. There are lots of people who want to talk to you. So thank you very much for listening to my boredom. Thank you. താങ്ക് യു സോ മച്ച് സർ, താങ്ക് യു സോ മച്ച്. ഇത്രയും വാല്യുബിൾ ആയിട്ടുള്ള കുറേ കാര്യങ്ങൾ നമുക്ക് മനസ്സിലാക്കി തന്നു, മാത്രം ഇത്രയും സമയം നമുക്ക് വേണ്ടി സർ ഇവിടെ സ്പെൻഡ് ചെയ്തു. താങ്ക് യു സോ മച്ച്. താങ്ക് യു സർ ഫോർ യുവർ ഇൻസ്പയറിംഗ് സ്പീച്ച്. അടുത്ത നമ്മുടെ ചീഫ് ഗസ്റ്റ്. നമുക്കറിയാം, പ്രത്യേകിച്ച് പരിചയപ്പെടുത്തലിൻ്റെ ആവശ്യമൊന്നുമില്ല കോഴിക്കോട്ടുകാർക്ക്, പക്ഷേ എങ്കിലും നമുക്കൊന്ന് അദ്ദേഹത്തിൻ്റെ അച്ചീവ്മെൻറ്റ്സും കാര്യങ്ങളൊക്കെ ഒന്ന് നമുക്കൊന്ന് അറിയാൻ വേണ്ടേ, എന്തായാലും അറിയാം. അപ്പോൾ നമ്മൾ പറഞ്ഞ പോലെ കോഴിക്കോടുകാരുടെ സ്വന്തം അഹങ്കാരം, അതെ എന്ന് തന്നെ പറയണം. ഒട്ടും പരിചയപ്പെടുത്തൽ ആവശ്യമില്ലെങ്കിലും ഒരു ചെറിയ പരിചയപ്പെടുത്തൽ ഞങ്ങളുടെ ഭാഗത്തു നിന്നും. അപ്പോൾ അറിയാലോ, സുനിൽകുമാർ PK, അദ്ദേഹം കോഴിക്കോടിൻ്റെ സ്വന്തം ശബ്ദം എന്ന് നമുക്ക് വേണമെങ്കിൽ പറയാം, അല്ലേ? സംഗീത സദസ്സുകൾ, നിറഞ്ഞ സംഗീത സദസ്സുകളിലെ സാന്നിധ്യമാണ്. എല്ലാവർക്കും എൻ്റെ വിനീതമായ നമസ്കാരം. പ്രസംഗത്തിൽ കൂടുതലായിട്ട് പാട്ടുകാരന്മാർക്ക് പാട്ടായി ഞാൻ പ്രതീക്ഷിച്ചില്ലാന്ന് വിചാരിക്കുക. മുമ്പ് രണ്ട് പാട്ട്, ഒരു ആർട്ടിസ്റ്റ് എന്ന നിലയ്ക്ക് അവിടെ ഇരിക്കുന്ന ഒരുപാട് പേര് എൻ്റെ വളരെ അടുത്ത സുഹൃത്തുക്കളാണ്. എൻ്റെ അപ്പൻ കമൻസും കണ്ടു വന്നിരിക്കുന്ന ഒരുപാട് എൻ്റെ സുഹൃത്തുക്കൾ ഇരിക്കുന്നുണ്ട്. അപ്പോൾ അവരെ നമ്മൾ ഒരു ഓർമ്മ പുതുക്കലാണ്. ഇതൊക്കെ നമ്മൾ വന്ന വഴി മറന്നതാണ്.
അതിനു മുമ്പ് ഞാൻ വേദിയിലെ ഇന്നത്തെ നമ്മുടെ എന്താ പറയുക ഒരു അംബാസഡർ എന്നൊക്കെ പറയാം ശ്രീ ഭാസ്കരൻ സർ ഇതിൻ്റെ ചുക്കാൻ പിടിക്കുന്ന ഞാൻ മനസ്സിലാക്കിയ 500ഓളം മെമ്പേഴ്സുള്ളൊരു വലിയ വാട്സപ്പ് ഗ്രൂപ്പ് ഐ തിങ്ക് ഇവിടെ ഇപ്പോൾ ഒരു 100 പേരുണ്ടെന്നാണ് വിചാരിക്കുന്നത്. ഈ ഒരു കൂട്ടായ്മയുടെ ചുക്കാൻ ശ്രീ ഉമർ ഗോയാജി, രാധാഷ്ജി, ബിന്ദു മാഡം, പിന്നെ എൻ്റെ സുഹൃത്തുക്കളായിട്ടുള്ള ജ്യോതി മേനോൻ, എൻ്റെ ചങ്കായിട്ടുള്ള സജിത്ത്, മുർഷിദ് ഭായ്. മുർഷിദൊക്കെ റഫി ഫൗണ്ടേഷൻ എന്ന് പറയുന്ന ഇവിടുത്തെ ഏറ്റവും വലിയ വികാരമാണ് കേരളത്തിൽ. ഏറ്റവും എനിക്ക് തോന്നുന്നത് ഇത്രയും ഒരു വെൽവിഷേഴ്സ് ഉള്ളൊരു സിംഗർ ഞാൻ മനസ്സിലാക്കിയിടത്തോളം റഫി സാർ എൻ്റെ SPP ആണ്. ഈ നമ്മൾ ദൈവം പടച്ചവൻ കൊടുത്തൊരു കഴിവിൽ പാടിയ ആളുകളാണ് സത്യം പറയാച്ച റഫി സാറും SPP. ആ പാട്ട് നമുക്ക് ആ പാട്ടിൽ ക്വാളിറ്റി നമുക്ക് ആ പാട്ടിൽ കാണാം. ഓരോ പാട്ട് നമ്മൾ ഹാർട്ടിനോട് ചേർത്തിട്ട് പാടിയ റഫി സാറിൻ്റെ SPP സാർ നമുക്ക് കേട്ടാൽ മനസ്സിലാവും. ഹൃദയ സരസിലേ പ്രണയ പുഷ്പമേ ഹൃദയ സരസിലേ പ്രണയ പുഷ്പമേ ഇനിയും നിൻ കഥ പറയൂ. ഹൃദയ സരസിലേ പ്രണയ പുഷ്പമേ ഇനിയും നിൻ കഥ പറയൂ. അർദ്ധനിമീലിക മിഴികളിലൂറും അശ്രുബിന്ദുവൻ സ്വപ്നബിന്ദുവോ. ഹൃദയ സരസിലേ പ്രണയ പുഷ്പമേ ഇനിയും നിൻ കഥ പറയൂ. നീ കർണാടക ബേസ്ഡ് സ്വാമി ചെയ്താണ്. ഇനി റഫി സാബ് നമുക്ക് ഹിന്ദുസ്ഥാനി എന്താണ് പാടിയത് ചെറിയ ഒരു സമയമില്ല ശിവകാരൻ ഞാൻ ചെറിയൊരു പോർഷൻ പാടും.
ഭയങ്കര സോഫ്റ്റാണ്. ബാബുക്ക് ചെയ്തൊക്കെ സോഫ്റ്റാണ്. പക്ഷേ ഇതിൽ തീവ്രമായിട്ട് കർണാട്ടിക്കിൻ്റെ മുകളിൽ കയറി നിൽക്കുന്ന ഹിന്ദുസ്ഥാനി ഉണ്ടെന്ന് റഫി സാബ് പ്രൂവ് ചെയ്തു. അങ്ങനെ നമുക്ക് ഓരോ ആർട്ടിസ്റ്റിൻ്റെയും ഡിഫറൻസ് ടാലൻറ്റ് നമുക്ക് പറയണമെങ്കിൽ ഒരു മണിക്കൂറിന് മിനിമം. ഇത്രയും നേരം എന്നെ ശ്രമിച്ചതിന്, ഈ വേദിയിലേക്ക് എന്നെ ക്ഷണിച്ചതിന്, ഇതിൻ്റെ പിന്നിൽ പ്രവർത്തിച്ച ഉമർഗോജി, വലിയ ബിഗ് താങ്ക്സ്. ജ്യോതി, സജിത്ത്, എല്ലാവർക്കും എന്നെ ക്ഷണിച്ച എല്ലാവർക്കും ഒരിക്കൽ കൂടി ഞാൻ എൻ്റെ ഹൃദയത്തിൻ്റെ ഭാഷ നന്ദി രേഖപ്പെടുത്താണ്. നന്ദി നന്ദി നന്ദി. താങ്ക് യു. ഇതോടുകൂടി ഈ സെഷൻ അവസാനിക്കും. ഇനിയുള്ളത് നമ്മുടെ സ്നേഹോപഹാര സമർപ്പണമാണ്. ഇനി നന്ദി പറയാൻ വേണ്ടി, പ്രോഗ്രാമിൻ്റെ ഇതുമായിട്ട് ബന്ധപ്പെട്ട് നന്ദി പ്രകാശിപ്പിക്കാൻ വേണ്ടി നമ്മുടെ പ്രോഗ്രാമിൻ്റെ കൺവീനർ ബിന്ദുവിനെ ക്ഷണിക്കുന്നു. നന്ദി പറയാന്ന് പറഞ്ഞാൽ ബാക്കി എല്ലാവരും നമ്മുടെ സ്വന്തം ആൾക്കാരാണ്. അവരോട് നന്ദി പറയേണ്ട ആവശ്യമില്ല. ഇതിൽ ഭാസ്കർ സാറ് അവിടെ പഠിച്ച ആളാണെങ്കിലും നമ്മുടെ എന്താ പറയുക, സീനിയർ, സൂപ്പർ സീനിയർ, ഫസ്റ്റ് പ്രീ ഡിഗ്രി ഇല്ല, ഗുരുവായൂരപ്പൻ കോളേജിൽ ഫസ്റ്റ് വന്ന ആളായതുകൊണ്ട് സ്പെഷ്യൽ താങ്ക്സ് ടു സർ. സാറ് പറഞ്ഞപ്പോഴാണ് നമുക്ക് ശരിക്കും എന്താണ് നമ്മുടെ കോളേജിൻ്റെ ഒരു വേറെ മുഖം. നമ്മളെ പഠിക്കുമ്പോഴൊക്കെ എന്താണ് ടീച്ചേഴ്സ് നമ്മളോട് മലയാളത്തിലാണ് സംസാരിക്കുന്നത്. സാറ് പറഞ്ഞത് അവർ ഭയങ്കര ഇംഗ്ലീഷ് എന്ന് പറയുന്നത് തന്നെ ആ ഒരു ഡിഫറൻസ് നമുക്ക് മനസ്സിലാകുന്നു. പിന്നെ നന്ദി പറയാൻ